ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെ എനിക്ക് കോളേജ് തുറക്കാണ്. അപ്പോൾ കോളേജിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളുടെ വീഡിയോ ആണ് ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്രോഡക്റ്റ് പറയുന്നത് കോളേജിലേക്ക് വേണ്ടിയിട്ടൊരു ബാഗാണ്. അപ്പോൾ ഈ സൈസിലുള്ള ബാഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോളേജിലൊക്കെ ആകുമ്പോൾ കുറച്ച് ബുക്കൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് രണ്ട് വലിയ അറകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് കുഞ്ഞറകളും വരുന്നുണ്ട്. നമുക്ക് പൈസ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇടാം. ഇങ്ങനത്തെ രണ്ട് അറകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു അറയുണ്ട്. നമുക്ക് കോളേജിലൊക്കെ പോകുന്നവരായിരിക്കും അവർക്ക് ഫോണൊക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഫോൺ വയ്ക്കാനായിട്ട് ഒരു അറയുണ്ട്. അതിപ്പോൾ ഫോൺ എല്ലാവർക്കും വേറെ സാധനങ്ങൾ വേണമെങ്കിലും വയ്ക്കാം. പിന്നെ സൈഡിൽ രണ്ട് അറയുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും ഒരു കുഞ്ഞറ. കാണിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ബോട്ടിലാണ്. ഇത് സ്റ്റീൽ ബോട്ടിലാണ്. ഇത് ഞാൻ പൊട്ടിച്ച് നോക്കിയിരുന്നു. ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ഒരു ബോട്ടിലാണ്. ഇതിനകത്ത് ആവശ്യത്തിന് നമുക്ക് വെള്ളം കൊള്ളും. പിന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് ചെരുപ്പാണ്. അപ്പോൾ ഇത് ഞാൻ കോളേജ് തുറക്കുന്ന ഇതിൽ വാങ്ങിച്ചതല്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് ചെരുപ്പും പൊട്ടിപ്പോയി. അപ്പോൾ ബാഗ് വാങ്ങാനായിട്ട് കടയിൽ പോയപ്പോൾ ചെരുപ്പ് കൂടെ എടുക്കുന്നുള്ളൂ. എനിക്ക് വൈറ്റ് കളറിലുള്ള ചെരുപ്പ് ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ വൈറ്റ് കളറിലുള്ള ചെരുപ്പ് നമുക്ക് പെട്ടെന്ന് അഴുക്കാവും. അത് മഴ സീസണൊക്കെയാണ്. അപ്പോൾ ചെളിയൊക്കെ കൊണ്ട് അഴുക്കാവും. പിന്നെ എൻ്റെ സൈസിനുള്ള ചെരുപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഈ ചെരുപ്പ് എടുക്കുകയാണ് ചെയ്തത്. അടുത്തായിട്ട് കാണിക്കുന്നത് കുറച്ച് സ്റ്റേഷനറി സപ്ലൈസ് ആണ്. നമുക്ക് കോളേജിലത്തേക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്റ്റേഷനറീസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ കോളേജിലത്തേക്ക് വേണ്ടിയിട്ട് ഈ സൈസിനുള്ള രണ്ട് ബുക്കാണ് വാങ്ങിച്ചിരുന്നത്. ഒന്ന് ഞാൻ സിംഗിൾ ലൈൻ ആണ് വാങ്ങിച്ചിരുന്നത്. ഞാൻ രണ്ടും വരയില്ലാത്തതാണ് നോക്കി എടുത്തത്. പക്ഷെ ഒന്ന് മാത്രമാണ് വരയില്ലാത്തത് കിട്ടിയത്. അത് ശ്രദ്ധിച്ചില്ല. സിംഗിൾ ലൈൻ ആയിപ്പോയി. ഞാൻ സിംഗിൾ ലൈൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിലേക്ക് യൂസ് ആവത്തില്ല. ഞാൻ അങ്ങനെ കൊടുക്കായിരിക്കും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നെ കാണിച്ചിരിക്കുന്നത് ഒരു പൗച്ചാണ്. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗച്ചാണ്. എനിക്ക് ഇതിന്റെ വേറെ ഷെയ്ഡുകളും ആക്ച്വലി ഷോപ്പിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഈ കളറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ലൈറ്റ് ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡ് വരുന്നതും ഉണ്ട്. ഇത് പെൻസിലിന്റെ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയൊന്നും യൂസ് ആവത്തില്ല. കോളേജിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ പെൻസില് ഞാൻ മേക്സ് ആണ് ഡിഗ്രിക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ പെൻസിൽ നമുക്ക് വരയ്ക്കാനൊക്കെ യൂസ് ആവും. അതുകൊണ്ട് ഞാൻ ഒരു സെറ്റ് പെൻസിൽ, പിന്നെ നമ്മൾ എപ്പോഴും കടയിൽ ഇപ്പോൾ വാങ്ങുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒരു സെറ്റ് പെൻസിലായിട്ട് എടുത്തു. ഇത് ഞാൻ അവിടെ പോയി. അപ്പോൾ ആറ്റിങ്ങൽ മെഗാ ബസാറിലാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ എടുത്താണ്. സ്ക്രഞ്ചീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് 20 റുപ്പീസാണ്. ഇതിന്റെ റേറ്റ് വരുന്നത്. പല തരത്തിലുള്ള സ്ക്രഞ്ചീസ് അവിടെ ഉണ്ടായിരുന്നു. ഈ കളർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇത് എടുത്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ദൂരോട്ടൊക്കെയാണ് കോളേജ് എങ്കിലും നമുക്ക് ബസ്സിൽ പോകേണ്ടി വരും. അപ്പോൾ പൈസയൊക്കെ സൂക്ഷിച്ചു വെക്കാൻ ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു പൗച്ച്. ഇതിന്റെ ഒരുപാട് ഡിസൈൻസിലുള്ളത് അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇത് എടുത്തേ ഉള്ളൂ. പിന്നെ ഒരു സ്കെയില് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ സ്കെയിൽ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റീലിന്റെ സ്കെയിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ നീളമുള്ള ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ സ്കെയിലും ഉണ്ട്. പക്ഷെ അത് എഴുതിയിരിക്കുന്നതൊക്കെ മാഞ്ഞു പോയി. ഈ കമ്പനിയുടെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും എടുത്തു. പിന്നെ ഞാൻ അവിടെ കണ്ടിഷ്ടപ്പെട്ട് എടുത്താണ് ഒരു കീ ചെയിൻ. ഈ കീ ചെയിൻ എനിക്ക് അവിടെ വേറെ ഡിസൈൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഈ കീ ചെയിൻ നല്ല റേറ്റ് ആണ്. പക്ഷെ ഇതിന്റെ റേറ്റ് വരുന്നത് റേറ്റിനകത്ത് കാണിക്കുന്നില്ല. റേറ്റ് 20 രൂപയോ 25 രൂപയോ മറ്റൊരു വരുന്നുള്ളൂ. ഞാൻ അവിടെ വെച്ച് നോക്കിയപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാണ് കീ ചെയിൻ. ഒരു കീ ചെയിൻ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു നെയിൽ പോളിഷ് എടുത്തു. ഒരു ലൈറ്റ് റോസ് കളർ നെയിൽ പോളിഷ് ആണ്. അതുപോലെ തന്നെ ക്ലിപ്പ് ഒരു ലൈറ്റ് റോസ് കളർ. ഇത് ഒരു ഫയലാണ് വാങ്ങിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 35 റുപ്പീസാണ്. അപ്പോൾ ഇത് നമുക്ക് കോളേജുകളിൽ പോകുമ്പോഴത്തേക്കും അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പേപ്പറുകളൊക്കെ സൂക്ഷിച്ച് ഇതിനകത്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫയൽ എടുത്തിട്ടുണ്ട്. പിന്നെ A4 പേപ്പറാണ്. ഇത് A4 പേപ്പറാണ്. 50 രൂപയ്ക്ക് 50 എണ്ണം കിട്ടും. ഇതിന്റെ A4 പേപ്പറാണ്.
അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞാനൊരു 7 ഷീറ്റ് ജേണൽ എഴുതാൻ വേണ്ടിയിട്ട് പ്രിന്റ് എടുത്തതാണ്. കളർ കോപ്പിയാണ്. ജേണൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതും പ്രിന്റ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതിന്റെ കൂടെ പോയപ്പോ അന്ന് പ്രിന്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു റെഡി സ്റ്റിക്ക് എനിക്ക് ജേണൽ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ നമുക്കിനി അസൈൻമെന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് ഈ റെഡി സ്റ്റിക്കിന്റെ ആവശ്യം വരും. പിന്നെ ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യും. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു എറൈസർ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ 2 എറൈസർ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ബർഫി കമ്പനി, ഒന്ന് ഡോക്സ്, അത് തന്നെയാണ് എറൈസർ വരുന്നത്. പേന വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ സൈനോയുടെ പേനയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ പ്ലസ് 1 ആയിരുന്നപ്പോഴും 2 വർഷം സൈനയുടെ പേന ബ്ലൂ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് എല്ലാം നീലയാണ് എടുത്തിരിക്കുന്നത്. 5 ഒരുപാടൊന്നും എടുത്തില്ല. എനിക്ക് ഒരു പാക്കറ്റായിട്ട് ഒരു പേനകളും വാങ്ങുന്ന ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ചിലതൊന്നും എനിക്ക് ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ 5 എണ്ണം അങ്ങനെ ഇത്ര എണ്ണം എന്ന് പറഞ്ഞേ വാങ്ങും. അങ്ങനെ 5 സൈനോയുടെ പേന വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്ലൂ ആണെന്ന് തോന്നുന്നു, ഇങ്കാണ്. ബ്ലൂവിൻ്റെ ഒരു പേന വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ നോട്ട്ബുക്കിലൊന്നും ഇങ്ക് പേന വെച്ച് ജെല്ല് എഴുതാറില്ല. ജേണൽ എഴുതുന്ന സമയത്താണ് ജെൽ പേന യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ബ്ലാക്കും ബ്ലൂവും ജെല്ല് വാങ്ങിച്ചിട്ടുണ്ട്. 2 ബ്ലൂവും ഒരു ബ്ലാക്ക് ജെൽ പേനയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.